ഹലോ ഗൈസ്, നമുക്കിതൊന്ന് അമ്പലത്തിൽ പോകണം. വേറെ ഒന്നും ഉണ്ടല്ല, നാളെ യൂണിവേഴ്സിറ്റി എക്സാം ആണ്. എക്സാം വരുമ്പോൾ എവിടെ പോയിട്ടില്ലെങ്കിലും അമ്പലത്തിൽ പോകണം. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. ഫസ്റ്റ് സെം എക്സാം ആയണ്ടേ ഒരു പിടുത്തമല്ല. അമ്പലത്തിൽ പോകാൻ രാവിലെ തന്നെ ബസ് കയറി ടിക്കറ്റ് എടുത്ത് നേരെ വിട്ടു. രാവിലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ബ്ലോക്കുകളുണ്ട്. ഒരു ഇതിൽ നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തി, ജാലഹള്ളി ക്രോസ്. ഇനി ഇവിടുന്ന് 500 മീറ്റർ നടക്കണം നമുക്ക് അമ്പലത്തിലേക്ക് എത്തണമെങ്കിൽ. പറയുമ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങിക്കണം, പക്ഷെ ഒടുക്കത്തെ വെയിലാണ്. എന്താ ചെയ്യാം, അമ്പലത്തിൽ പോണേക്ക് അത് കണ്ടത് കൃഷ്ണനും കുബേരനും അങ്ങനെ ഒരുവിധം എല്ലാവരും ഉണ്ട് ഇതിൽ. അത് കണ്ട് കുറച്ചുകൂടി മുന്നിൽ പോയപ്പോഴാണ് ഈ സാധനം കണ്ടത്. നമ്മളെ വീട്ടിലേക്ക് വന്നത് വെറുതെ ഉണ്ടാവാം. ഇവിടുത്തെ ഒരു അവസ്ഥ, നമ്മുടെ നാട്ടിലെ ക്രിക്കറ്റ് 11ന്റെ ഗ്രൗണ്ടിൽ ഒറ്റ ടീമായിട്ട് കളിക്കുക. ഇവിടെ നേരെ തിരിച്ചാ, 11ന്റെ ഗ്രൗണ്ടിൽ 11 ടീമിട്ട് കളിക്കും. അങ്ങനത്തെ ടീംസാണ് ബല. അങ്ങനെ ഒരു നമ്മൾ അമ്പലത്തേക്ക് എത്തി. ബാംഗ്ലൂരിൽ മലയാളി കുട്ടികൾക്ക് ഈ അമ്പലം അറിയുണ്ടാവും ഞാൻ കരുതുന്നു. ഇത്രയും ദൂരം ചളി കൂടിയൊക്കെ നടന്നല്ലേ. നമ്മളെ അമ്പലത്തിന്റെ പുറത്ത് വൈപ്പിന്ന് കാലം കഴുകി നേരെ അമ്പലത്തിനുള്ളിൽ കയറി. അമ്പലത്തിനുള്ളിൽ ഫോട്ടോസും വീഡിയോസും അലൗഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് വീഡിയോസും അധികം എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പുറത്ത് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് മഹത്വത്തിലുള്ള സ്വഭാവം. എന്ത് ചെയ്യരുത് പറഞ്ഞോ അത് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അമ്പലത്തിൽ നിന്ന് ചന്ദനം കിട്ടുമ്പോൾ നമ്മളെ കാണാൻ മേനാന്നില്ല. അപ്പോൾ സംഭവം നമ്മൾ അമ്പലത്തിൽ കുറച്ച് നേരത്തെ നല്ല ഡൗട്ട് ഉണ്ട്. കാരണം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാവരും അങ്ങോട്ട് പോവുക. എന്തായാലും എക്സാമിൻ്റെ ഒക്കെ ഒരു പവർ. എക്സാം ഒക്കെ വന്നാൽ ദൈവത്തിന് ഇരട്ടി വർക്ക് ഉണ്ട്. നമ്മൾ പിന്നെ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടോ എല്ലാവരും പാസ്സാവട്ടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ബസ്സിൽ കയറി നേരെ ഹോസ്റ്റലിലേക്ക്. പിന്നെ നാളെ എക്സാം ചെയ്താൽ മുന്നിലൊക്കെ ഒന്ന് കമന്റ് ചെയ്യും. പിന്നെ എക്സാം വരുമ്പോൾ മാത്രം അമ്പലത്തിൽ പോകുന്ന ചങ്കിലൊന്ന് മെൻഷൻ കൂടിയും ചെയ്തില്ല. അപ്പോൾ ഇന്ന് ഇവിടെ നിർത്തി.